മക്കളെടാ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. ഈ ചോദ്യം വന്നിട്ടുള്ളത് ബൈനോമിയൽ തിയറത്തിൽ നിന്നാണ്. ബൈനോമിയൽ കോഎഫിഷ്യൻസുകൾ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ ഉണ്ട്. NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCN എന്ന് പറയുന്ന 2n ആണ്. ആ റിസൾട്ട് ഞാനിപ്പോൾ എഴുതി തരാം. നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ഇതെങ്ങനെയാണെന്ന് നോക്കൂ. ഈ തന്നിരിക്കുന്ന ചോദ്യം ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 26 ഫാക്ടോറിയൽ, ഒരു 1/26 ഫാക്ടോറിയൽ ഞാൻ കോമൺ എടുക്കുക. 1/26 ഫാക്ടോറിയൽ ഞാൻ കോമൺ എടുക്കുമ്പോൾ എനിക്കിവിടെ ആ 26 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ 26 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെയാണെങ്കിൽ 25 ഫാക്ടോറിയൽ. ഞാൻ ഇവിടെ ഒരു 1 ഫാക്ടോറിയൽ വെറുതെ എടുക്കുന്നു. 1 ഫാക്ടോറിന്റെ വില 1 അല്ലേ, അത് അവിടെ കിടന്നോട്ടെ. പ്ലസ് അടുത്ത വീണ്ടും 26 ഫാക്ടോറിയൽ. ഞാൻ ഈ എല്ലാ ടേമിലേക്കും 26 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്യണോ, അതുകൊണ്ടാണല്ലോ 1/26 ഫാക്ടോറിയൽ നമ്മൾ കോമൺ എടുത്തേക്കുന്നത്. 26 ഫാക്ടോറിയൽ ബൈ ഇവിടെ 3 ഫാക്ടോറിയൽ ഇൻറ്റു 23 ഫാക്ടോറിയൽ എന്ന് വരും. പ്ലസ് താഴേക്ക് മാറ്റി എഴുതാം, സ്ഥലം കിട്ടത്തില്ല. പ്ലസ് അടുത്തതാണെങ്കിലോ 26 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ശ്രദ്ധിക്കുക, ഇവിടെയും 5 ഫാക്ടോറിയൽ ഇൻറ്റു 21 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു 13 ടേം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ 13 ടേം. എങ്ങനത്തെ 13 ടേം? ഇവിടെ 25 ആയിരുന്നു, അത് 23 ആയി, ആ 23 പിന്നെ 21 ആയി, ഇങ്ങനെ പോയി ലാസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമുക്ക് അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താ നോക്കി, 25 ആയിരുന്നു, അത് 23 ആയി, അത് 21 ആയി, എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -2 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 13th ടേം, 13ാമത്തെ ടേം എന്ന് പറയുന്നത് a പ്ലസ് 12d ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു a 25 ആണ്, പ്ലസ് 12 ഇൻറ്റു -2, ദാറ്റ് ഈസ് ഈക്വൽ ടു 25 മൈനസ് 24 എന്ന് വരും. 25 മൈനസ് 24, അപ്പൊ 1 ആണ് കിട്ടുക. 1 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് 13th ടേം എടുത്ത് എഴുതുകയാണെങ്കിൽ 26 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ തന്നിരിക്കുന്ന 1ഉം 2ഉം 3ഉം ഒക്കെ നമുക്കറിയാം. ഈ തന്നിരിക്കുന്ന ആലോചിച്ച് നോക്കി, 1ഉം 25 കൂടെ 26 വരും, 3ഉം 23 കൂടെ 26 വരും, 5ഉം 21 കൂടെ 26 വരും. അപ്പൊ ഇവിടെ ലാസ്റ്റിലെത്തത് 1 ഫാക്ടോറിയൽ ആണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് 25 ഫാക്ടോറിയൽ ആയിരിക്കുമല്ലോ. അത്രയല്ലോ അതിന്റെ ടേം വരിക, കാരണം അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 26 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മൊത്തം 13 ടേംസ് ഉണ്ട്. മൊത്തം 13 ടേംസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. So that is equal to 1/26 ഫാക്ടോറിയൽ ഇൻറ്റു ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ നോക്കിയേ. ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് 26c1 പ്ലസ് എന്നാണ്. 26c1 എന്ന് പറഞ്ഞാൽ 26 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു 26 മൈനസ് 1 25 ഫാക്ടോറിയൽ ആണ്, അതാണ് അവിടെ ഉള്ളത്. അടുത്തത് ഇത് 26c3 ആണ് കേട്ടോ. അടുത്തത് 26c5 ആണ്, പ്ലസ് എക്സെട്ര പ്ലസ് ഇത് 26t25 ആണ്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ഒന്ന് പോകണം. നമ്മൾ പഠിച്ചൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്ര പ്ലസ് NCNന്റെ വില 2n ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ NC0 പ്ലസ് NC2 പ്ലസ് NC4 പ്ലസ് എക്സെട്ര അത് ഈക്വൽ ആയിരിക്കും NC1 പ്ലസ് NC3 പ്ലസ് NC5 പ്ലസ് എക്സെട്രയ്ക്ക് അതിന്റെ വില 2n/2 എന്നാണ്. എന്ന് പറഞ്ഞാൽ 2n-1 എന്നാണ്. 2n-1. ഈ 2n പകുതി ആയിരിക്കും ഈ താഴെ വന്നിരിക്കുന്ന വില എന്ന് പറയുന്നത്. അപ്പൊ 2n-1. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/26 ഫാക്ടോറിയൽ ഇൻറ്റു 26 അല്ല സോറി, ഇത് വരുന്നത് 2^25 എന്നായിരിക്കും വരിക. 26 മൈനസ് 1 2^25. അപ്പൊ ഈ തന്നിരിക്കുന്നതിന് നമ്മൾ എസ് എന്ന വിലയായിട്ടാണ് ഇപ്പൊ സങ്കല്പിച്ചിട്ടുള്ളത്. എസ് എന്ന വിലയായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്.
അങ്ങനെയാണെങ്കിൽ 13s ദാറ്റ് ഇംപ്ലൈസ് 13s ഈക്വൽ ടു താഴേക്ക് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് 13s ഈക്വൽ ടു 13 ഇൻറ്റു 1/26 ഫാക്ടോറിയൽ ഇൻറ്റു 2^25 എന്നാണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഇംപ്ലൈസ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് ദാറ്റ് ഈക്വൽ ടു ശ്രദ്ധിക്കണം, ഈ 13 അവിടെ നിൽക്കട്ടെ, ഈ 2^25 ഒരു 2 ഇങ്ങെടുക്കാം, ബാക്കി 2^24 ആവും. ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു 26 ഇൻറ്റു 25 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ, 25 ഫാക്ടർ എന്ന് എഴുതിക്കൂടെ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ 26 ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് 13s ഈക്വൽ ടു 2^24/25 ഫാക്ടോറിയൽ. ഇതിന്റെ വിലയാണ് നമുക്ക് തന്നിരിക്കുന്നത് 2^k/n ഫാക്ടോറിയൽ. Therefore, the value of n is equal to 25, the value of k is equal to 24. കണ്ടുപിടിക്കേണ്ടത് ഇവരുടെ സമ്മാണ്. n plus k is equal to 49 എന്നാണ് നമുക്ക് വാല്യൂ. 49 is the answer. Okay.